വെൽക്കം, റഹ്മാനാണ്. മോളിക്കുലാർ ബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ ട്രാൻസ്ലേഷൻ പ്രോസസ് ഇൻ പ്രോകാരിയോട്സിനെ പറ്റിയാണ് പറയുന്നത്. ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിലെ ട്രാൻസ്ലേഷൻ സ്റ്റെപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് ട്രാൻസ്ലേഷൻ പറയാ. ഫസ്റ്റ് സ്റ്റെപ്പ് തുടക്കമാണ്, ഇനീഷ്യേഷൻ ആണ് തുടക്കമാണ്. രണ്ടാമത്തത് പിന്നെ വലുതാകലാണ്, ഇലോങ്ങേഷൻ ആണ് രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തത് ടെർമിനേഷൻ, അവസാനിക്കൽ, പ്രോസസ് അവസാനിക്കൽ. ഇതാണ് പ്രധാനപ്പെട്ട പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ. പക്ഷെ ഇതല്ലാതെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ടിആർഎൻഎയിൽ. ഇത് ടിആർഎൻഎ ആണെങ്കിൽ ഈ ടിആർഎൻഎയിൽ നമ്മൾ ശരിയായ അമിനോ ആസിഡ്, ഇത് അമിനോ ആസിഡ് ആണെങ്കിൽ ഇത് വെച്ച് ചേർക്കുന്നതും ഇവിടെ നമുക്ക് പറയാം. സോ ഇങ്ങനെ 4 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ DNA-യിൽ നിന്ന്, ഇത് DNA ആണെങ്കിൽ ഈ DNA-യിൽ നിന്ന് നമ്മൾ mRNA ഉണ്ടാക്കുന്നതാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. ട്രാൻസ്ക്രിപ്ഷൻ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ mRNA-യിൽ നിന്ന് റൈബോസോംസ് വെച്ചിട്ട് പോളിപെപ്റ്റൈഡ് ഓർ അമിനോ ആസിഡ്സ് ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ. സോ ദിസ് ഈസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി ഇതാണ്. ആൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് പ്രോകാരിയോട്സിലെ ട്രാൻസ്ലേഷനെ പറ്റിയാണ്. സോ പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ് സൈമിൾട്ടേനിയസ് ആണ് നടക്കുന്നത്. രണ്ടും സൈറ്റോസോളിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. കാരണം പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ല. ഈ കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചാണ്. സോ അതൊരു വ്യത്യാസമാണ്. ഇനി പ്രോകാരിയോട്സിൽ ട്രാൻസ്ലേഷന്റെ വേഗത എന്ന് പറയുന്നത് ഒരു 5 to 20 അമിനോ ആസിഡ് പെർ സെക്കൻഡിലാണ് പ്രോകാരിയോട്സിൽ നടക്കുക. പക്ഷേ യൂകാരിയോട്സിൽ ഒരു 2 to 4 അമിനോ ആസിഡ് പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ വേഗത. അപ്പൊ ഇനി എന്തെല്ലാം സംഭവങ്ങൾ വേണം? നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ പറഞ്ഞു. റിക്വയർമെന്റ്സ് ഫോർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്രോട്ടീൻ സിന്തസിന് വേണ്ട അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ട്രിപ്ലെറ്റ് കോഡോണുള്ള ഒരു mRNA വേണം. സോ ഇത് mRNA ആണെങ്കിൽ ഇവിടെ കോഡോൺ, ട്രിപ്ലെറ്റ് കോഡോൺ, ജനറ്റിക് കോഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ട്രിപ്ലെറ്റ് കോഡോണുള്ള mRNA നമുക്ക് വേണം. സോ നമുക്ക് mRNA ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി ഇതിൽ പറയുന്ന കോഡോണിന്റെ ആന്റി കോഡോൺ ഉള്ളത് അറിയില്ല. ആന്റി കോഡോൺ ഉള്ളത് നമുക്കറിയാം, അത് ടിആർഎൻഎയിലാണ്. സോ കൃത്യം അമിനോ ആസിഡിനെ, ഈ കോഡാണെങ്കിൽ ഈ കോഡിന്റെ കൃത്യം ആന്റി കോഡോൺ ഇവിടെ ഉണ്ടായിരിക്കണം. അതിന് ഇപ്പോൾ കൃത്യം അമിനോ ആസിഡിനെ പിക്ക് ചെയ്യാൻ പറ്റിയ അമിനോ അസൈൽ ടിആർഎൻഎ. സോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അമിനോ അസൈൽ ടിആർഎൻഎ ആണ്. അത് വേണം. അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് അമിനോ ആസിഡ്സ് വേണം. 20 അമിനോ ആസിഡ് ആണ് നമ്മൾ പറയാം. പക്ഷെ നമ്മളിവിടെ 2 അമിനോ ആസിഡുകൾ കൂടി കൂടുതൽ പറയും. ആൻഡ് ഇതെല്ലാം വെച്ചിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഒരു മെഷീനറി വേണം. മെഷീനറിയുടെ പേര് റൈബോസോംസ് എന്നാണ്. റൈബോസോം ഉപയോഗിക്കുന്നത് ഇൻ പ്രോകാരിയോട്ട് 70S ടൈപ്പ് ഓഫ് റൈബോസോംസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇതിനെല്ലാം സഹായിക്കുന്ന കുറെ ഫാക്ടേഴ്സ് വേണം. ഒന്ന് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ആണ്. ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് വേണം. ദെൻ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് നമുക്ക് വേണം. ദെൻ അവസാനിപ്പിക്കാനായിട്ട് റിലീസിംഗ് ഓർ ടെർമിനേഷൻ ഫാക്ടേഴ്സ് വേണം. സോ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ട്രാൻസ്ലേഷൻ പ്രോസസ് നടത്താൻ പറ്റുക. സോ പ്രോട്ടീൻ സിന്തസിസ് ഓർ ട്രാൻസ്ലേഷനിൽ നമ്മൾ ആദ്യം പറയുന്ന സ്റ്റെപ്പ് ടിആർഎൻഎയിൽ അമിനോ ആസിഡ് വെച്ച് പിടിപ്പിക്കുന്ന ആ സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം പറയാ. സോ അമിനോ അസൈൽ ടിആർഎൻഎ സിന്തസിസ് എന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിന് പേരിടാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ്. സോ സാധാരണ നമ്മൾ പറയപ്പോഴും 20 അമിനോ ആസിഡിനെ കുറിച്ചിട്ടാണ്. പക്ഷെ പ്രോകാരിയോട്സിൽ നമ്മൾ 2 കൂടി പറയുന്നുണ്ട്. ഒന്ന് പൈറോലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. രണ്ടാമത്തത് സെലിനോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ കുറിച്ച് കൂടി പറയണം. ആൻഡ് ദിസ് ഈസ് ഫൗണ്ട് ഇൻ യൂകാരിയോട്സ് ഓൾ. ഈ പൈറോലൈസിനെ നമുക്കൊരു എക്സ്ട്രാ അമിനോ അസൈൽ ടിആർഎൻഎ, സെപ്പറേറ്റ് ടിആർഎൻഎ വേണം പൊക്കിയെടുക്കാനായിട്ട്. പക്ഷേ സെലിനോസിസ്റ്റിന്റെ കേസിൽ നമുക്ക് സെറിൻ എന്ന് പറയുന്ന നമ്മുടെ അമിനോ ആസിഡിനെ പിക്ക് ചെയ്യുന്ന അയാളെ വെച്ച് തന്നെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ടിആർഎൻഎ ക്യാൻ ബി 1 and 6. അപ്പോൾ നമ്മൾ ഇതിലെ ആദ്യ സ്റ്റെപ്പ് അമിനോ അസൈൽ ടിആർഎൻഎ സിന്തസിസിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിനെ ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശരീരത്തിൽ സാധാരണ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ATP അങ്ങ് വെച്ച് പിടിപ്പിക്കും. ഇവിടെയും അത് തന്നെയാണ്. അമിനോ ആസിഡിലേക്ക് ATP പിടിപ്പിക്കുമ്പോൾ അത് അമിനോ ആസിഡ് AMP ആയിട്ട് മാറും. 2 ഫോസ്ഫേറ്റ് പുറത്തേക്ക് പോകും. സോ ഇവിടെ ATP വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് അമിനോ, കൃത്യം പേര് അമിനോ അസൈൽ അഡിനൈലേറ്റ് എന്നാണ്. അഡിനൈലേറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക എൻസൈം. അപ്പോൾ ഉണ്ടാക്കുന്നത് അമിനോ അസൈൽ ടിആർഎൻഎ ആണ്. ടിആർഎൻഎ സിന്തേസ് എന്ന് എഴുതണം. കാരണം ATP കൊടുക്കുമ്പോൾ സിന്തേസ് പോരാ, സിന്തേസ് എന്നാണ് എഴുതുക. സോ ഇതാണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ നമ്മുടെ ടിആർഎൻഎയിലേക്ക് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. സോ ടിആർഎൻഎയിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതിനെ നമ്മൾ ചാർജിങ് എന്നാണ് വിളിക്കുക. ചാർജിങ് ഓഫ് ടിആർഎൻഎ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ എന്നും നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ടിആർഎൻഎ എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ 5' എൻഡ് എന്ന് പറയുന്നത്.
പറയുന്നത് 5' എൻഡിന്റെ ഇവിടെ ഉള്ളത് എന്താണ്? ഇത് സ്പെസിഫിക് എൻസൈം റെക്കഗ്നീഷൻ ആമാണ്. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ആന്റി കോഡോൺ ആം എന്ന് പറയുന്നത്. mRNA കോഡോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റി കോഡോൺ tRNAയുടെ ഇവിടെ. സോ ഇത് വെച്ചിട്ടാണ് അമിനോ ആസിഡ് ഏതാണ് എന്ന് കൃത്യമായിട്ട് പിക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക. ദെൻ ഇവിടെ ഒരു വേരിയബിൾ ആം ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളത് T5C ആം ആണെന്ന് നമുക്കറിയാം. ദെൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഏരിയ 3' എൻഡ്. ഇതാണ് 3' എൻഡ്. ഇനി ഈ 3' എൻഡിൽ ഞാൻ വലുതാക്കി വരയ്ക്കാം. 3' എൻഡിലാണെങ്കിൽ ഇവിടെ നമ്മുടെ അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ്, ഇവിടെ എല്ലാ ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ് tRNA ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ അഡിനിൻ ന്യൂക്ലിയോടൈഡ്സിലാണ് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടുവന്ന അമിനോ ആസിഡ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അഡിനിൻ ന്യൂക്ലിയോടൈഡിലാണ് പിടിപ്പിക്കുക എന്ന് നമുക്കറിയാം. എല്ലാ അമിനോ ആസിഡും ഈ അഡിനിൻ ന്യൂക്ലിയോടൈഡ്സിന്റെ റൈബോ ഷുഗറിൽ ഒരേ സ്ഥലത്തല്ല പിടിപ്പിക്കുന്നത് എന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ രണ്ടുതരം അമിനോ ആസിഡ് നമുക്ക് പറയാം. ക്ലാസ് 1 അമിനോ ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ് ആണെങ്കിൽ ഇത് tRNAയുടെ ഈ അഡിനിന്റെ നമുക്കറിയാം അഡിനിൻ ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് വേണ്ടത് റൈബോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് റൈബോ ഷുഗർ മാത്രം വരച്ചാൽ ഇത് 2' OH പൊസിഷൻ ആണ്, ഇത് 3' OH പൊസിഷൻ. സോ ക്ലാസ് 1 ഓർ ഹൈഡ്രോഫോബിക് ആണെങ്കിൽ പിടിപ്പിക്കുക ഇവിടെയാണ്, 2' OHലായിരിക്കും പിടിപ്പിക്കുക. അത് പിടിപ്പിക്കുന്നത് അതിന്റെ കാർബോക്സി ടെർമിനൽ വെച്ച്, കാർബോക്സി ടെർമിനലാണ്. മറ്റേ ടെർമിനൽ എവിടെയായിരുന്നു? മറ്റേത് എൻ ടെർമിനൽ ഓൾറെഡി അപ്പുറത്ത് ATP ആയിട്ട് ബൗണ്ട് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ക്ലാസ് 2 ആണെങ്കിലോ, ക്ലാസ് 2 ഓർ ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്സ് ആണെങ്കിൽ ഇത് പക്ഷേ പിടിപ്പിക്കുക 3' OHലാണ്. വീണ്ടും കാർബോക്സി ടെർമിനൽ തന്നെയാണ് പിടിപ്പിക്കുക. ആൻഡ് ഇതിന്റെ അമിനോ ടെർമിനൽ മറ്റേ ATP ഇരിപ്പുണ്ട്. സോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. സോ ATP വെച്ചിട്ട് അമിനോ ആസിഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അമിനോ എൻഡിലായിരുന്ന ATP അപ്പോൾ ഇവിടെ നിന്ന് വിട്ടു പോകണം അല്ലെ. അപ്പോൾ ഈ അമിനോ ആസിഡിലെ ഒരു ATP ഇവിടെ അമിനോ എൻഡിൽ ഉണ്ടായിരുന്നു, അത് ഇവിടെ വിട്ടുപോകും എന്നുള്ളതാണ്. കാർബോക്സി ടെർമിനൽ വെച്ചിട്ട് ഇവിടെ പിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊത്തം ഇക്വേഷൻ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് അമിനോ ആസിഡ് പ്ലസ് tRNA പ്ലസ് നമ്മൾ ATP ആണ് കൊടുത്തത്. ATP എൻസൈം ഏതായിരുന്നു? അമിനോ ആസിഡ് tRNA സിന്തറ്റേസ് ആണ് എൻസൈം എന്ന് പറയുന്നത്. കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഇതായി സംഭവം കിട്ടി. ഇതാണ് അമിനോ ആസിഡ് tRNA. ഇത് കോഡോൺ ആണെങ്കിൽ ഇവിടെ 3' എൻഡിൽ അമിനോ ആസിഡ് പിടിപ്പിച്ചു. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് അമിനോ ആസിഡ് tRNA നമുക്ക് കിട്ടി. പ്ലസ് ബാക്കിയുള്ളത് AMPയും 2 ഫോസ്ഫേറ്റുമായിട്ട് അങ്ങ് പോയിക്കോളും. ഈ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തു വെക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമിനോ ആസിഡ് പിടിപ്പിച്ച tRNA വിത്ത് ആൻ അമിനോ ആസിഡ്, അതിനെ നമ്മൾ ജനറൽ ആയിട്ട് ഇതാണ് ഞാൻ വരയ്ക്കുന്ന അമിനോ ആസിഡ് വിത്ത് tRNA. ഇത് അമിനോ ആസിഡ് ആണ്, ഇത് tRNA, T പോലെ എഴുതി വെച്ച് മാത്രമേ ഉള്ളൂ. ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് വിൽ ബി ഓൾവേസ് അമിനോ ആസിഡ് tRNA എന്നായിരിക്കും വിളിക്കുക. സപ്പോസ് ദിസ് അമിനോ ആസിഡ് ഈ സെറിൻ ആയാലും, ഈ അമിനോ ആസിഡ് പ്രോലീൻ ആയാലും, ഈ അമിനോ ആസിഡ് ടൈറോസിൻ ആയാലും, ഹിസ്റ്റഡിൻ ആയാലും, വട്ടവർ ബി ദ അമിനോ ആസിഡ്, നമ്മൾ അതിനെല്ലാത്തിനും ജനറൽ ആയിട്ട് ഒരു പേരായിരിക്കും വിളിക്കുക. ദാറ്റ് ഈസ് അമിനോ ആസിഡ് tRNA എന്ന ഓർത്തു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ വേണ്ട ഫസ്റ്റ് അമിനോ ആസിഡ് tRNA ഈ സ്പെസിഫിക് ആണ്. എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കും പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങുക. ആ അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും അമിനോ ആസിഡ് ഈസ് മെത്തിയോണിൻ ആണ് എന്നുള്ളതാണ്. സോ എ സ്പെസിഫിക് അമിനോ ആസിഡ് ഈസ് ദർ ടു ഇനീഷ്യേറ്റ് പ്രോട്ടീൻ സിന്തസിസ്. സോ പ്രോട്ടീൻ സിന്തസിസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വേണം, അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരുന്ന അമിനോ ആസിഡ് tRNA ആയിരിക്കും വേണ്ടത്. നമുക്കറിയാം mRNA ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിംഗ് കോഡോൺ എന്ന് പറയുന്നത് AUG ആണ്. ഇത് കോഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇത് കോഡ് ചെയ്യുന്നത് മെത്തിയോണിനാണ്. അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് GUG വന്നാലും UG വന്നാലും മെത്തിയോണിൻ തന്നെ ആയിരിക്കും കോഡ് ചെയ്യുക. ആക്ച്വലി ഈ മെത്തിയോണിൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ് പൂൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അളവ് കുറഞ്ഞ അമിനോ ആസിഡാണ്. അപ്പൊ ഏറ്റവും അളവ് കുറഞ്ഞതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാകും എന്നുള്ളതായിരിക്കാം. മാത്രമല്ല ഈ AUG എന്ന് പറയുന്ന ഒറ്റൊരു കോഡോൺ മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ മെത്തിയോണിനായിട്ടുള്ളത്. എങ്കിലും പ്രോട്ടീൻ സിന്തസിന്റെ തുടക്കം എന്ന് പറയുന്നത് മെത്തിയോണിനിൽ നിന്നാണ്. സോ അപ്പൊ നമുക്ക് മെത്തിയോണിൻ tRNA സിന്തേസിന്റെ സഹായത്തോടു കൂടി, എൻസൈമിന്റെ സഹായത്തോടു കൂടി tRNAയിൽ tRNA ഇതാണെങ്കിൽ ഇവിടെ പിടിപ്പിച്ച അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് ഈസ് മെത്തിയോണിൻ ആണ്. പക്ഷെ പ്രോകാരിയോട്സിൽ ഇവിടെയും ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മെത്തിയോണിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ മെത്തിയോണിനെ ഇൻ പ്രോകാരിയോട്സ് ട്രാൻസ്ഫോർമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ച് ഈ മെത്തിയോണിനിലേക്ക് ഒരു ഫോർമൈൽ ഗ്രൂപ്പ് കൂടി വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മെത്തിയോണിൻ ഈസ് ഫോർമൈലേറ്റഡ്. സോ അപ്പൊ ഫസ്റ്റ് അമിനോ ആസിഡ് ഇൻ പ്രോകാരിയോട്സ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് മെത്തിയോണിൻ അല്ല, ഇറ്റ് ഈസ് N-formyl
മെത്തിയോണിനാണ്, എൻ ഫോർമൽ മെത്തിയോണിനാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് FMET-tRNA എന്നായിരിക്കും. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് FMET-tRNA എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫസ്റ്റ് അമിനോ ആസിഡ് ടു ബി വെക്കേണ്ടത്, എന്നാൽ മാത്രമാണ് പ്രോട്ടീൻ സിന്തസിസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ കയ്യിൽ ട്രാൻസ്ലേഷൻ തുടങ്ങാൻ വേണ്ട ഫസ്റ്റ് tRNA FMET-tRNA നമ്മുടെ കയ്യിലുണ്ട്. തുടരാൻ ബാക്കി വേണ്ട അമിനോ അസൈൽ tRNA എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇനീഷ്യേഷൻ സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പൊ പ്രോട്ടീൻ സിന്തസിന്റെ സ്റ്റെപ്പ് ഇനീഷ്യേഷനിലേക്കാണ് നമ്മൾ കിടക്കുക. ഇനീഷ്യേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സ്റ്റെപ്പ്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ചില അനുമാനങ്ങളിലാണ് നേരത്തെ ഒരു പ്രോട്ടീൻ സിന്തസിസ് കഴിഞ്ഞിട്ട് റൈബോസോംസ് ഇവിടെ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അത് 50S and 30S ആയിട്ട് മാറിയിരിക്കുകയാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 30S സബ് യൂണിറ്റ് ആണ്. റൈബോസോമിന്റെ 30S സബ് യൂണിറ്റ് ആണ് ഞാൻ വരച്ചത്. 30S റൈബോസോം സബ് യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 16S rRNA അതിനകത്തുണ്ട്. ദെൻ പ്ലസ് ഒരു 21 പ്രോട്ടീൻ കൂടിയുള്ള ഒരു സംഭവമാണ് ഈ 30S റൈബോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ 30S സബ് യൂണിറ്റിൽ ഇനി പറയുന്ന 50Sലും ഒരു പി സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. സോ ഇതാണ് അതിന്റെ പി സൈറ്റ് എന്ന് പറയുന്നത്. പി സൈറ്റ് മീൻസ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സൈറ്റ് എന്നാണ് അതിന്റെ പേര്. ദെൻ പിന്നെ ഒരു എ സൈറ്റ് ഇവിടെ ഉണ്ട്. എ സൈറ്റ് അല്ലെങ്കിൽ നമുക്കതിനെ അമിനോ അസൈൽ സൈറ്റ് എന്നാണ് പേര്. അമിനോ അസൈൽ സൈറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ വേറൊരു പേര് വിളിക്കുന്നത് ഡീകോഡിംഗ് സൈറ്റ് എന്നും പേരുണ്ട്. ഇനി മറ്റൊരു സൈറ്റ് ഉള്ളത് ഈ സൈറ്റ് ആണ്. പക്ഷെ ഈ സൈറ്റ് കൂടുതൽ കാണുന്നത് ഇവിടെ മുകളിൽ വരുന്ന 50Sലാണ് ഈ സൈറ്റ് കൂടുതലായിട്ട് കാണുക. എങ്കിലും ഇവിടെയും അതിന്റെ ഭാഗങ്ങളുണ്ട്. ഇനി നമുക്ക് വേണ്ടത് mRNA ആണ്. mRNA നോക്കിക്കഴിഞ്ഞാൽ ഈ mRNA ഞാൻ ഇങ്ങനെ വരയ്ക്കാം. mRNA വരച്ചു കഴിഞ്ഞാൽ ഇതിലൊരു സ്റ്റാർട്ടിംഗ് കോഡോൺ ഉണ്ട്. സ്റ്റാർട്ടിംഗ് കോഡോൺ എന്ന് പറയുന്നത് AUG ആണ്. സ്റ്റാർട്ടിംഗ് കോഡോൺ ഉള്ള ഭാഗമുണ്ട്. ആൻഡ് ഈ ഭാഗമാണ് നമ്മുടെ ഈ പി സൈറ്റ്. ഇതിന്റെ പി സൈറ്റ് വന്ന ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരേണ്ട ഭാഗം ഇതാണ്. ആൻഡ് ഇതിന് അപ്സ്ട്രീം ആയിട്ട് കുറെ ന്യൂക്ലിയോടൈഡ്സ് മുമ്പിലായി ഒരു പ്രത്യേക ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ട്. ഒരു 4 to 8 അല്ലെങ്കിൽ 9 ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആൻഡ് ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുക ഷൈൻ ഡെൽകാർണോ സീക്വൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. ആ സീക്വൻസ് നമ്മൾക്ക് എഴുതണമെങ്കിൽ AGGU എന്ന് നമുക്ക് തൽക്കാലം എഴുതാം. മൊത്തം സീക്വൻസ് അല്ല, കുറച്ച് എഴുതി. സോ mRNAയുടെ ഈ ഷൈൻ ഡെൽകാർണോ സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ട് ഈ 30S റൈബോസോമിൽ നമുക്കറിയാം rRNA ഉണ്ടെന്ന് അറിയാം. അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് കറക്റ്റ് പെയർ ആയിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് വന്നിരുന്നോളും എന്നുള്ളത്. സോ ഇതുമൂലം റൈബോസോമൽ 30S സബ് യൂണിറ്റിന് mRNAയിൽ വന്ന് കൃത്യമായിട്ട് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സംഭവങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാർജ്ഡ് tRNA എന്ന് പറയുന്നത് FMET-tRNA ആണ്. നമ്മൾ ഇവിടെയാണ് വരിക. ഇറ്റ് ഈസ് ഫോർമൽ മെത്തിയോണിൻ പിടിപ്പിച്ച tRNA ആണ്. ആൻഡ് ഇത് വരേണ്ടത് നമ്മളുടെ ഇവിടെ ഉള്ള AUG അതാണ് സ്റ്റാർട്ടിംഗ് കോഡോൺ. ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളതാണ്, ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ സമയം mRNAയിലെ നമുക്കറിയാം ഇവിടെ ഷൈൻ ഡെൽകാർണോ സീക്വൻസ് എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്. ആൻഡ് ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് 30S റൈബോസോമിൽ നമുക്കറിയാം rRNAയിൽ സംഭവമുണ്ട്. സോ ഇത് ഇവിടെ എത്തുകയാണ്. സോ ദിസ് ഇസ് 30S റൈബോസോമൽ യൂണിറ്റ് ആണ്. ഇതിവിടെ വരുന്നു. ഇവിടെ നമുക്ക് ഷൈൻ ഡെൽകാർണോ സീക്വൻസിന്റെ കോംപ്ലിമെന്ററി പെയർ ഉണ്ട് rRNAയിൽ. ആൻഡ് 30S റൈബോസോമിൽ ഇപ്പൊ 2 ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഇനീഷ്യേഷൻ ഫാക്ടർ 1 ആണ്, ഒന്ന് ഇനീഷ്യേഷൻ ഫാക്ടർ 3 ആണ്. ഇനീഷ്യേഷൻ ഫാക്ടർ 3 ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. IF3 എന്ന് പറയുന്നത് ഇതിന്റെ പണി എന്ന് പറയുന്നത് അടുത്ത് വരാൻ പോകുന്ന 50Sഉം തമ്മിൽ പ്രിമച്ചുർ ആയിട്ട് ബൈൻഡ് ചെയ്യൽ അല്ലെങ്കിൽ ഒട്ടിച്ചേരൽ തടയല. സോ ദിസ് IF3യുടെ ഫംഗ്ഷൻ ഈസ് ടു ഇൻഹിബിറ്റ് 30S ഫ്രം മുകളിൽ വരാൻ പോകുന്ന 50Sഉം തമ്മിൽ പ്രിമച്ചുർ ആയിട്ട് ബൈൻഡിങ് പ്രിമച്ചുർലി അത് തടയുക എന്നുള്ളതാണ് അതിന്റെ പണി. ഈ IF1 എന്ന് പറയുന്നത് ഇവിടെ അടുത്ത സൈറ്റ്. അതിനെ നമ്മൾ പറഞ്ഞത് മുകളിൽ കൂടി ഞാൻ വരയ്ക്കുകയാണ്. A സൈറ്റ് എന്നാണ്. IF1 ഇവിടെയാണ് പിടിച്ചിരിക്കുന്നത്. IF1 A സൈറ്റിൽ ബൈൻഡ് ചെയ്ത് വേറെ tRNA ആരെങ്കിലും A സൈറ്റിൽ ബൈൻഡ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് അതിന്റെ പണി. സോ IF1 ഇൻഹിബിറ്റ് ബൈൻഡിങ് ഓഫ് പ്രിമച്ചുർ അമിനോ അസൈൽ tRNAs ടു ദ A സൈറ്റ്. അപ്പൊ ഇപ്പോൾ FMET-tRNA GTP IF2 അടുത്ത ഫാക്ടർ ആണ്. ഇനീഷ്യേഷൻ ഫാക്ടർ 2ന്റെ സഹായത്തോടു കൂടി ഇവിടെ എത്തുകയും ആൻഡ് ഇറ്റ് വിൽ ഹെൽപ് ടു ബൈൻഡ് ടു ദിസ് സൈറ്റ്. ഈ സൈറ്റിനെ നമ്മൾ പറഞ്ഞത് P സൈറ്റ്. സോ P സൈറ്റിൽ ഇത് വന്ന് പിടിക്കുകയാണ്. P സൈറ്റിൽ ഞാൻ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ വരയ്ക്കാം. ദിസ് ഇസ് FMET-tR. സോ
സോ എഫ് മെറ്റ് ടി ആറിനെ പി സൈറ്റ് ഓർ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സൈറ്റ്, പി സൈറ്റ് ഓർ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സൈറ്റിൽ വന്ന് ഒട്ടിച്ചേരും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് IF2 GTP മൂലം ഒരു സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് അത് അവിടെ ബൈൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഉണ്ടായ സംഭവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, 30S ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിനെയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇപ്പോൾ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദിസ് സ്റ്റെപ്പ്, ഇനീഷ്യേഷനിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ. സോ GTP IF2 ആയിട്ട് ബൈൻഡ് ചെയ്ത് GTP ബൗണ്ട് ടു IF2 ഹൈഡ്രോളൈസ് ചെയ്യുന്നു. GTP എന്താകും, അത് GDP പ്ലസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ദെൻ ദിസ് IF1 ഇത് ഇവിടെ നിന്ന് വിട്ടുപോകും, IF3 ഇവിടെ നിന്ന് വിട്ടുപോകും, IF3 ഇങ്ങോട്ടേക്ക് പോകും, IF1ഉം വിട്ടുപോകും. സോ IF3 പോയി കഴിയുമ്പോഴത്തേക്കും 50S റൈബോസോമിന് വന്ന് ഇവിടെ വന്ന് ഒട്ടിച്ചേരാം. സോ 50S സബ് യൂണിറ്റ് ഇവിടെ വന്ന് ഒട്ടിച്ചേരും. സോ നൗ 30S 50S ആർ ബൗണ്ട് ടുഗദർ. 50S റൈബോസോമൽ സബ് യൂണിറ്റിൽ എന്തൊക്കെയുണ്ട്, 16S rRNA ഉണ്ട്, ദെൻ ഒരു 5S rRNA ഉണ്ട്, ദെൻ 34 പ്രോട്ടീൻ കൂടിയുള്ള സംഭവമാണ് ഈ 50S റൈബോസോം, ബിഗ് സബ് യൂണിറ്റ്. അപ്പോൾ ഇതിൽ പി സൈറ്റിൽ, ഇതാണ് പി സൈറ്റിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്, പി സൈറ്റിൽ നമുക്കറിയാം tRNA ബൗണ്ട് ടു എഫ് മെത്തിയോണിൻ അല്ലെ, ഫോർമൽ മെത്തിയോണിനുള്ള എഫ് മെറ്റ് tRNA ഉണ്ട്. എ സൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ, എ സൈറ്റിൽ ആരുമില്ല. സോ അപ്പോൾ GTP ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ IF2ഉം ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് വിട്ടുപോയി. IF2ഉം കൂടി വിട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഉണ്ടായതാണ് 70S ഇനീഷ്യേഷൻ കോംപ്ലക്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയാം, ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർ ട്രാൻസ്ലേഷൻ. സോ ഇതിൽ രണ്ട് സ്റ്റെപ്പുകളാണ് നടന്നത്. ഒന്ന് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ 30S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തു. ദെൻ 50Sഉം കൂടി വന്നപ്പോൾ കംപ്ലീറ്റ് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ നടന്നു. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ സ്റ്റെപ്പിലേക്കാണ്. ഇവിടെ 3 ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇലോങ്ങേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ബൈൻഡിങ് ആണ്. ആരായിരിക്കും ബൈൻഡ് ചെയ്യേണ്ടത്, ബൈൻഡിങ് ഓഫ് ഇൻകമിങ് അകത്തേക്ക് വരുന്ന ആരാണ്, അമിനോ അസൈൽ tRNA, പുതിയ ആള് വരികയാണ്, അമിനോ അസൈൽ tRNA ടു എ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എ സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യലാണ് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഇവിടെ mRNAക്ക് കോഡോൺ, ഇതാ ഇവിടെ mRNAയിൽ കോഡോൺ ഉണ്ട്, ഇതിന്റെ ആന്റി കോഡോൺ ഉള്ള, അതാ ഇങ്ങനെ വരയ്ക്കാം, ആന്റി കോഡോൺ ഉള്ള അമിനോ ആസിഡുമായിട്ട് tRNA വരികയാണ്. സോ അമിനോ ആസിഡ് മാത്രം ഞാൻ എഴുതുന്നു, ഏത് അമിനോ ആസിഡ് വേണമെങ്കിലും ആകാം. ആൻഡ് ഈ tRNAയിൽ ഒരാൾ കൂടിയുണ്ട്. ഈ tRNAയിൽ ഒരു ഇലോങ്ങേഷൻ ഫാക്ടർ ഉണ്ട്, ഇലോങ്ങേഷൻ ഫാക്ടർ TU വിത്ത് GTP. ഇലോങ്ങേഷൻ ഫാക്ടർ TU വിത്ത് GTP ആണ്. TU എന്ന് വെച്ചാൽ തെർമോസ് അൺസ്റ്റേബിൾ എന്നാണ് അർത്ഥം. ആൻഡ് അമിനോ അസൈൽ tRNA ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നത് ഈ കാലിയായ എ സൈറ്റിലാണ്. സോ ഇത് ഇവിടെ വന്നാണ് ഒട്ടിച്ചേരും. ഇവിടെ ഇപ്പം എന്തുണ്ട്, ഒരു അമിനോ ആസിഡ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ വന്ന് ഒട്ടിച്ചേരാൻ ഇവിടെ സംഭവം ഇതിലെ GTP അപ്പോൾ ഹൈഡ്രോളൈസ് ചെയ്ത് പോകും. GTP ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ EFGTP ആരാകും, EFTUGTP എന്നുള്ളത് EFTUGDP ആയിട്ട്. ആൻഡ് ഇങ്ങനെ EFTUGDP ആയി കഴിഞ്ഞാൽ അതിനെ വീണ്ടും GTP ആക്കാം. EFTUGTP അല്ലെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്യാൻ സഹായിക്കുന്ന ഇലോങ്ങേഷൻ ഫാക്ടറിന്റെ പേരാണ് ഇലോങ്ങേഷൻ ഫാക്ടർ TS എന്ന് പറയും. സോ ഇലോങ്ങേഷൻ ഫാക്ടർ TSന്റെ പണി എന്ന് പറയുന്നത് GDP ആയി കഴിയുമ്പോൾ അതിനെ GTP ആക്കി മാറ്റലാണ്, അല്ലെങ്കിൽ റീസൈക്ലിംഗ്. കാരണം എങ്കിലാണ് അടുത്ത tRNAയിൽ പോയി ഇതിനെ പിടിച്ച് വീണ്ടും കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഇലോങ്ങേഷൻ ഫാക്ടർ TS ഹെൽപ്സ് ഇൻ ദ റീസൈക്ലിംഗ് ഓഫ് ഇലോങ്ങേഷൻ ഫാക്ടർ TUGT. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2, രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാം. സ്റ്റെപ്പ് നമ്പർ 2 ഈസ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ്. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ്. സോ ഇത് നടക്കുന്നത് ഫസ്റ്റ് അമിനോ ആസിഡ്, ഇത് ഫോർമൽ മെത്തിയോണിനും ഈ രണ്ടാമത് വന്ന അമിനോ ആസിഡും ഇവർ തമ്മിലാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. ഇതിന് ഈ മെത്തിയോണിൻ, ഫോർമൽ മെത്തിയോണിൻ ഇവിടുത്തെ tRNAയിൽ നിന്ന് വിട്ടുപോയിട്ട് ഇവിടെ വന്ന്, സോ എഫ് മെത്തിയോണിൻ ഇപ്പൊ ഇവിടെയാണ് എ സൈറ്റിലേക്ക്. സോ അവിടെയുള്ള അമിനോ ആസിഡുമായിട്ട് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. സോ അപ്പോൾ 2 അമിനോ ആസിഡ് ഉള്ള ഡൈപെപ്റ്റിഡൈൽ tRNA എ സൈറ്റിൽ ടെമ്പററി താൽക്കാലികമായിട്ട് ഉണ്ടാവും. സോ അപ്പോൾ എഫ് ഫോർമൽ മെത്തിയോണിൻ വിട്ടുപോയിട്ടുള്ള ഈ tRNA, ഇത് അൺചാർജ്ഡ് tRNA, അൺചാർജ് tRNA ഇവിടെ നിന്ന് വിട്ടുപോയി ഇങ്ങോട്ടേക്ക്, അൺചാർജ് tRNA ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത്, സോ ഈ പരിപാടിക്ക് സഹായിക്കുന്ന എൻസൈം, പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേര് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ഹെൽപ് ടു ഫോം ദിസ് ബോണ്ട് ബിറ്റ്വീൻ എഫ് മെറ്റ് tRNA ആൻഡ് ദിസ് അമിനോ ആസിഡ്. സോ അപ്പോൾ ഇതിന് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കലാണ് പണി, ഹെൽപ്പ് ചെയ്യലാണ് പണി. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് ഇലോങ്ങേഷന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് റൈബോസോംസ്. ട്രാൻസ്ലൊക്കേഷൻ ഓഫ്
റൈബോസോംസ് ത്രൂ mRNA. സോ ഇവിടെ ആദ്യം ഈ അൺചാർജ് ഇവിടെ ഇരുന്ന ഈ സംഭവമാണ് ഞാനിപ്പോൾ ഇപ്പുറത്തേക്ക് പറഞ്ഞത്. അൺചാർജ്ഡ് ആയിട്ടുള്ള tRNA നമ്മൾ പി സൈറ്റിൽ നിന്ന് ഈ എക്സിറ്റ് സൈറ്റിലേക്ക് മാറ്റി. അപ്പോൾ റൈബോസോം എന്ത് ചെയ്യണം? റൈബോസോം 1 കോഡോൺസ്, ഇത് കോഡോൺ, ഈ കോഡോൺ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കോഡോണിലേക്ക് ഈ കോഡോൺ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ 3' ആണ്, ഇത് 5' ആണ്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ ഇതുമൂലം ഈ എ സൈറ്റ് അല്ലെ, എ സൈറ്റിലെ 2 അമിനോ ആസിഡ് എങ്ങോട്ടേക്ക് പോകുന്നു? ഈ എ സൈറ്റിലെ 2 അമിനോ ആസിഡ് ഇപ്പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ദിസ് വിൽ ബിക്കം പി സൈറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ പുതിയ എ സൈറ്റ് തുറക്കുന്നു, ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങും, ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങും. സോ ഇതിനെ സഹായിക്കുന്നതാണ് ഇലോങ്ങേഷൻ ഫാക്ടർ GGTP വേണം. സോ റൈബോസോം 3' ഒരു കോഡോൺ ഇങ്ങനെ അപ്പായിട്ട് മൂവ് ചെയ്യാൻ ഈ ഇലോങ്ങേഷൻ ഫാക്ടർ GGTPയിലെ GTP കത്തിക്കണം. GTP കത്തിച്ച് അതിൽ എനർജി നമുക്ക് എടുക്കണം. സോ ഹൈഡ്രോളിസ് ഓഫ് GTP വഴിയാണ് ഈ എനർജി കിട്ടുക. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് റൈബോസോം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ അപ്പോൾ പുതിയ എ സൈറ്റ്, സോ ദിസ് ഈസ് നൗ ന്യൂ എ സൈറ്റ് ആയി. അപ്പോൾ എ സൈറ്റിൽ പുതിയ ഡീകോഡിംഗ് സൈറ്റ് എന്ന് നമ്മൾ വിളിക്കും. സോ ഇവിടെയാണ് പുതിയ അമിനോ ആസിഡ് ആയിട്ട് ആര് വന്നത്, പുതിയ അമിനോ ആസിഡ് ആയിട്ട് ആൾ വന്ന് ചേരേണ്ടത് ഇവിടെയാണ്. പ്രൂഫ് റീഡിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. സോ tRNA അമിനോ ആസിഡ് ആയിട്ട് വരുന്ന tRNA, അമിനോ അസൈൽ tRNA, സോ അത് പുതിയതായിട്ട് വന്ന ഈ എ സൈറ്റിലെ കോഡോൺ, ഇവിടെയുള്ള കോഡോൺ അനുസരിച്ച് ആന്റി കോഡോൺ ആയിട്ട് വരുന്ന തെരഞ്ഞെടുത്ത അമിനോ ആസിഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പ്രൂഫ് റീഡിംഗ് എന്നാണ് വിളിക്കുക. സോ പ്രൂഫ് റീഡിംഗ് നടക്കുന്നത് ഇവിടെയാണ്, ഡീകോഡിംഗ് നടക്കുന്നത് ഇതാണ്. സോ ഇതിപ്പോ ഇങ്ങോട്ടേക്ക് മാറി. അപ്പോൾ ഇവിടെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് വീണ്ടും ആക്ട് ചെയ്യുന്നു. സോ അതിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വീണ്ടും ആക്കുന്നു, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ഇലോങ്ങേഷൻ പ്രോസസ്. ഇപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഈ ടെർമിനേഷനിലേക്കാണ് നമ്മൾ എത്തിയത്. ടെർമിനേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഓർ ട്രാൻസ്ലേഷൻ. സോ ഇലോങ്ങേഷൻ നടന്ന് ഇങ്ങനെ അങ്ങ് പോവുകയാണ്, ഇങ്ങോട്ടേക്ക് പോയി പുതിയ കോഡോണിലേക്ക് ഇങ്ങനെ അമിനോ ആസിഡ് വെച്ച് അങ്ങ് പോവുകയാണ്, ഇങ്ങോട്ടേക്ക് പോകും. സോ പെപ്റ്റൈഡ് ചെയിൻ ലെങ്ത് ഇങ്ങനെ കൂടി വരും. സോ അറ്റ് സർട്ടൺ ലെങ്ത്, ഓരോ പ്രോട്ടീന്റെയും ലെങ്ത് അനുസരിച്ച് ഒരു പ്രത്യേക ഇത് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവസാനം 3 ടെർമിനൽ കോഡോൺസിലേക്ക്, ഏതർ ഇറ്റ് ക്യാൻ ബി UAA ആകാം, UAG ആകാം, അല്ലെങ്കിൽ UGA എന്ന് പറയുന്ന സ്റ്റോപ്പ് കോഡോണിലേക്ക് എത്തും. സോ സ്റ്റോപ്പ് കോഡോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ 3 കോഡിനെയും പ്രത്യേകത എന്താ? പ്രത്യേകമായിട്ട് ഒരു അമിനോ ആസിഡിനെയും ഇത് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, ഒന്നിന്റെയും കോഡല്ല. സോ വെൻ ടെർമിനേഷൻ കോഡ് ഓക്കുപ്പൈസ് എ സൈറ്റിൽ ടെർമിനേഷൻ കോഡ് എത്തിക്കഴിഞ്ഞാൽ, സോ അമിനോ അസൈൽ tRNAക്ക് പകരം ഇവിടെ വന്ന് ഒട്ടിച്ചേരേണ്ട അമിനോ അസൈൽ tRNA ആണ്, പക്ഷെ ഒട്ടിച്ചേരുന്ന ആൾക്കാരുടെ പേരാണ് റിലീസിംഗ് ഫാക്ടേഴ്സ്. സോ റിലീസിംഗ് ഫാക്ടേഴ്സ് വന്ന് ഒട്ടിച്ചേരും. RF1 ഉണ്ട്, RF2 ഉണ്ട്, RF3 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ആൻഡ് റിലീസിംഗ് ഫാക്ടർ ഏകദേശം ഈ അമിനോ അസൈൽ tRNAയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ അതിന് ഇവിടെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. ആൻഡ് ദിസ് RF1നെ റെക്കഗ്നൈസ് ദ ടെർമിനൽ കോഡോൺ UAAയും UAGയും കണ്ടുപിടിക്കാൻ പറ്റും. RF2നാണെങ്കിൽ UGAയും UAയും കണ്ടുപിടിക്കാൻ പറ്റും. സോ റിലീസ് ഫാക്ടർ വന്ന് സ്റ്റോപ്പ് കോഡോൺ, സോ റിലീസ് ഫാക്ടർ ആണ് വന്ന് പിടിച്ചിരിക്കുന്നത് സ്റ്റോപ്പ് കോഡോണിൽ അല്ലെങ്കിൽ ആ എ സൈറ്റിൽ വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഇലോങ്ങേഷൻ ഫാക്ടർ G അപ്പം ഇങ്ങോട്ടേക്ക് വരും. ഇലോങ്ങേഷൻ ഫാക്ടർ Gയുടെ പരിപാടി അവിടെ വെച്ച് തീരും. സോ റൈബോസോംസ് ഇങ്ങോട്ടേക്ക് നീങ്ങുന്ന പരിപാടിയും അവസാനിക്കും. സോ റിലീസ് ഫാക്ടർ വഴി ടെർമിനൽ പെപ്റ്റൈഡ്, സോ ഇവിടെ വെച്ചിട്ട് ടെർമിനൽ പെപ്റ്റൈഡ് അങ്ങോട്ടേക്ക് കണ്ടിരിക്കും. പെപ്റ്റൈഡ് ബോണ്ട് ഹൈഡ്രോളൈസ് ചെയ്യും. സോ റിലീസ് ഓഫ് പോളിപെപ്റ്റൈഡ് ഇങ്ങോട്ടേക്ക് റിലീസ്, പുറത്തേക്ക് റിലീസ് ചെയ്യും. ലാസ്റ്റ് tRNA വെച്ചിട്ട് അതങ്ങ് റിലീസ് ചെയ്യും. സോ ഇവിടേക്ക് റൈബോസോമൽ റീസൈക്ലിംഗ് ഫാക്ടർ, അടുത്തൊരു ഫാക്ടർ വരുന്നു, റൈബോസോമൽ റീസൈക്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരികയും കൂടി ചേർന്ന് കഴിയുമ്പോൾ 50S വേറെ 30S വേറെ. സോ 30S ആൻഡ് 50S വിൽ ബി സെപ്പറേറ്റഡ് ആൻഡ് ഡിസോസിയേറ്റ്, തമ്മിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകും. സോ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കുക. സോ ഉണ്ടായ പോളിപെപ്റ്റൈഡ് ഇത് ഇങ്ങോട്ടേക്ക് പോകും എന്ന് വെച്ചാൽ ബാക്കി വരുന്ന tRNA എല്ലാം എക്സിറ്റ് സൈറ്റ് വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇത് പോകുന്നത് എക്സിറ്റ് ടണലിലേക്കാണ്, എക്സിറ്റ് ടണൽ ഓഫ് റൈബോസോം, അതിനകത്തേക്ക് പോയി വീണ്ടും പുറത്ത്. സോ സ്റ്റെപ്സ് കഴിഞ്ഞു. സോ നമ്മൾ പറഞ്ഞത് ഒരു മെസഞ്ചർ RNAയിൽ ഒരു റൈബോസോം വന്നാൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ മെസഞ്ചർ RNA നല്ല നീളമുള്ള സംഭവമാണ്, റൈബോസോംസ് വേറെ ഒരുപാടുണ്ട്. സോ പോളി റൈബോസോമൽ ആക്ടിവിറ്റിയൊക്കെ നടക്കാം. പോളിസോംസ് പ്രോസസ് അല്ലെങ്കിൽ പോളി റൈബോസിലേഷൻ പ്രോസസ് ആണ് സാധാരണ നടക്കുക. നമ്മളതിലെ ഒരെണ്ണം മാത്രമാണ് പറഞ്ഞത് എന്നുകൂടി മനസ്സിലായി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ലേഷൻ ഇൻ പ്രൊകാരിയോട്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.